പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ലിജോ മോൾ. ഇതിനോടകം തന്നെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ലിജോ മോൾ നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അപൂർവമായ ലിജോ മോൾ സംസാരിക്കാറുള്ളൂ. താൻ വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ലെന്നാണ് ലിജോ മോൾ പറയുന്നത്. ജീവിതത്തിൽ കടന്നുവന്ന പാതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലിജോ മോൾ ഇപ്പോൾ. നടിയുടെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചതാണ് അമ്മ രണ്ടാമത് വിവാഹം ചെയ്തു. കുട്ടിക്കാലത്ത് ജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങളെക്കുറിച്ച് ലിജോ മോൾ തന്റെ പുതിയ അഭിമുഖത്തിലൂടെ പറയുന്നത്, എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ്. അമ്മ 3 മാസം ഗർഭിണിയായിരുന്നു. എന്റെ ലൈഫിൽ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായിട്ടില്ല. 10 വയസ്സ് വരെ അങ്ങനെ തന്നെയാണ് പോയത്. പിന്നീടാണ് ഇച്ചാച്ചൻ വരുന്നത്. രണ്ടാനച്ഛനാണ് അത്. രണ്ടാനച്ഛൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അനിയത്തിക്ക് അന്ന് 8 വയസ്സാണ്. അമ്മയുടെ രണ്ടാം വിവാഹം ഉൾക്കൊള്ളാൻ തനിക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നെന്ന് ലിജോ മോൾ പറയുന്നു. അതിനു മുമ്പേ ഞാനും എന്റെ അമ്മയും തമ്മിൽ കുറച്ച് അകൽച്ചയുണ്ട്. ഞാൻ വല്യമ്മച്ചിയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. സ്കൂൾ വിട്ടു വന്ന് പഠിപ്പിക്കുന്നത് അമ്മയാണ്, പക്ഷേ ഉറങ്ങുന്നത് വല്യമ്മച്ചിയുടെ കൂടെയാണ്. ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും വരുന്നത്. അമ്മ ട്രാൻസ്ഫർ വാങ്ങി പുതിയൊരു സ്ഥലത്തേക്ക് വന്നു. അമ്മ രണ്ടാമത് വിവാഹം ചെയ്തതിൽ എന്റെ അച്ഛന്റെ കുടുംബത്തിൽ കുറെ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കസിൻസും ആന്റിയും അങ്കിളും ഒന്നും മിണ്ടില്ല. വെക്കേഷൻ സമയത്ത് എവിടെയും പോകില്ല. അത്രയും കാലം ക്ലോസ് ആയിരുന്ന ചേട്ടായിമാരും ചേച്ചിമാരും മിണ്ടുന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെയായിരിക്കും. വേറെ എവിടെയും പോകാനില്ല, വരാനില്ല. അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. ടീനേജ് കാലത്ത് അമ്മയോട് എന്തെങ്കിലും പങ്കുവെക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചാച്ചൻ അറിയുമെന്ന ചിന്ത. അമ്മ പലപ്പോഴും തിരക്കിലായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആയിരുന്നില്ല അത്. അമ്മ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അമ്മ സ്നേഹം ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആളെ അല്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പറയാതെ ഉണ്ട്. ഈ അടുത്ത് ഒരു സിനിമ ചെയ്തപ്പോഴാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. എന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും അമ്മ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം ചെയ്തു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാം മനസ്സിലാക്കി. ഇച്ചാച്ചനെയും അമ്മയെയും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവർക്ക് വേറെ കുട്ടികൾ വേണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ കൗമാരകാലത്ത് തനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ലിജോ മോൾ തുറന്നു പറഞ്ഞു. അച്ഛന്റെ മരണകാരണം ഇപ്പോഴും തനിക്ക് അറിയില്ലെന്നും അച്ഛനെക്കുറിച്ചുള്ള അമ്മയുടെ വേർഷൻ എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ലിജോ മോൾ പറയുന്നു. ഓപ്പൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരിക്കില്ല എന്നാണ്. എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നതിൽ എനിക്ക് ഒരു ക്ലാരിറ്റിയുമില്ല. അടുത്തിടെ ഒരു സിനിമ ചെയ്ത സമയത്താണ് ഓപ്പൺ ടോക്കിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. വീട്ടിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഞാനും എന്റെ അനുജത്തിയും വളരെ ചെറിയ കുട്ടികളായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് അത് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറെ കാര്യങ്ങൾ ഇരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അനിയത്തിയുടെ അടുത്തായിരുന്നു. അനിയത്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പ്രൊട്ടക്റ്റീവ് സിസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പോൾ അവർ കല്യാണമൊക്കെ കഴിച്ച് വേറെ ഒരു ഫാമിലിയായി. ഇത്രയും കാലം കഴിഞ്ഞ് ഇനി ഞാൻ അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകുമോ എന്നായിരുന്നു എന്റെ കൺസേൺ. ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പലരും പറഞ്ഞ പലരുടെയും പെർസ്പെക്റ്റീവ്സ് നിന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഇമേജാണ് എനിക്ക് എന്റെ അച്ഛനെ കുറിച്ചുള്ളത്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛനെക്കുറിച്ചുള്ള അമ്മയുടെ വെർഷൻ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഇതെനിക്ക് ചോദിക്കണം, അറിയണം എന്ന് തോന്നിയ പ്രായത്തിൽ എനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടായ കാര്യം അമ്മയ്ക്കൊരു ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട് എന്നതായിരുന്നു. ഇപ്പോൾ ഞാൻ എന്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകുമോ എന്നതായിരുന്നു എന്റെ കൺസേൺ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നും ഇച്ചാച്ചൻ എത്ര സപ്പോർട്ടീവായിട്ടാണ് ഈ മൊമെന്റ്സ് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, താങ്ക്ഫുൾ ആണ്. ഞാൻ പറഞ്ഞത് ആ ഒരു കാലത്ത് ആ സമയത്ത് എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരുന്നതിനെ കുറിച്ചാണ്.